റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലേ. ജോലിയിലൂടെയോ അല്ലാതെയോ നമ്മളൊരു വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്തിന് ശേഷം നമ്മളുടെ ജീവിതാവസാനത്തോട് അടുപ്പിച്ചുള്ള കാലങ്ങളിൽ നമുക്ക് ചിലവുകൾ ഉണ്ടാവും, പക്ഷെ വരവില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻകത്തോടു കൂടി നല്ലൊരു ജീവിത സായാഹ്നം ആസ്വദിക്കുക എന്നുള്ളത് മിക്കവാറും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള നിങ്ങളും ഞാനും ഒക്കെ പോലെയുള്ള സർക്കാർ ജീവനക്കാരല്ലാത്ത അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാരല്ലാത്ത ഇന്ത്യയിലെ മെജോറിറ്റി ആയിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് 3-4 പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. വലിയ സെറ്റില്ലാത്ത പെൻഷൻ സർക്കാരിന്റെ സുരക്ഷയോട് കൂടിയിട്ട് നമുക്ക് ജീവിതാവസാനം വരെയും കിട്ടുന്നതിനായിട്ട് ഈ പറയുന്ന ഒരു സ്കീമിലോ ഒന്നിലധികം സ്കീമിലോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് യോജിക്കുന്നത് ഏതാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗം കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ അടുത്ത് ഒരു ദിവസം 35 വയസ്സുള്ള നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ, നമുക്ക് അയാളെ രാജുമോൻ എന്ന് വിളിക്കാം, അദ്ദേഹം നമ്മളെ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജുമോൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 35 വയസ്സായി, എനിക്ക് ഇതുവരെയും ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയോ ഒന്നുമില്ല, എങ്കിലും എനിക്ക് ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും ഉറപ്പുള്ള ഒരു പെൻഷൻ രീതിയിലുള്ള ഒരു സംഗതി കിട്ടാനുള്ള മാർഗം എന്താണെന്ന് എന്നോട് ചോദിക്കണ്ടായി. രാജുമോനെ പോലെ ചെറിയ വരുമാനമുള്ള സർക്കാർ ഇതര സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടി എന്നാൽ 60 വയസ്സിനൊക്കെ ശേഷം സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ചെറുതാണെന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് അടൽ പെൻഷൻ യോജന, APY എന്ന് പറയും. അതിപ്പോ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അത് നിങ്ങൾ വീട്ടമ്മയാവാം, നിങ്ങൾ ഓട്ടോ ഡ്രൈവർ ആവാം, നിങ്ങളൊരു മീസൻ ആവാം, നിങ്ങളൊരു പച്ചക്കറി കടക്കാരനാവാം, നിങ്ങളൊരു ഡെലിവറി ബോയ് ആവാം, അങ്ങനെ ആർക്കും ഒരു പെൻഷൻ 60 വയസ്സിന് ശേഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 1000 മുതൽ 5000 രൂപ വരെ ഉള്ള പെൻഷൻ ലഭിക്കുന്നതിനായിട്ട് ചെറിയ എമൗണ്ട് നിങ്ങൾ ഓരോ മാസവും നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സുരക്ഷിതത്വത്തോടു കൂടി നിങ്ങൾക്കൊരു പെൻഷൻ കിട്ടുന്ന പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജുമോന് 35 വയസ്സാണ്. രാജുമോൻ ഓരോ മാസവും 902 രൂപ വെച്ച് അടൽ പെൻഷൻ യോജനയിൽ ഓരോ മാസവും നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60 വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം വരെ 5000 രൂപ വെച്ച് പെൻഷൻ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ലളിതവും ഏറ്റവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു പെൻഷൻ പ്ലാൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സാധാരണക്കാർക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണിത്. 5000 രൂപയാണ് മാക്സിമം കിട്ടുന്ന പെൻഷൻ എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു പ്രശ്നം. കാരണം എന്താ, 5000 രൂപ ഒരു 5-10 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴുള്ള 5000 രൂപയുടെ പോലും മൂല്യം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എങ്കിലും ഒന്നും കിട്ടാത്തതിനേക്കാൾ ബെറ്റർ ആണല്ലോ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉറപ്പായിട്ടും കിട്ടുക എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു സ്കീമാണ് അടൽ പെൻഷൻ യോജന. നമ്മൾ അടൽ പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബാങ്കുകൾ വഴിയോ പോസ്റ്റ് ഓഫീസുകൾ വഴിയൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നിന്നോ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക പിടിക്കുകയും അത് നിങ്ങൾക്ക് പെൻഷൻ എന്നുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോർപ്പസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. നിങ്ങൾ എന്ന് മുതലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ 60 വയസ്സ് തികയുന്നത് വരെയും നിങ്ങൾ ഓരോ മാസം ഈ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. 60 വയസ്സ് തികഞ്ഞാൽ തൊട്ട് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഓരോ മാസവും നമ്മൾ എത്ര രൂപയാണോ നമുക്ക് പെൻഷനായിട്ട് കിട്ടാൻ അർഹതയുള്ളത് ആ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊള്ളും എന്നുള്ളതാണ്. ഈ അടൽ പെൻഷൻ യോജനയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 80CCD എന്നുള്ള ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഇത് ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരു ഇൻകം ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടി തുടങ്ങുന്നത് മുതൽ ആ പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് ടാക്സബിൾ ആയി മാറും എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. പക്ഷെ ഇതൊരു ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യോജിക്കുന്നതാണോ എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടേതായിട്ട് വിട്ടുതരികയാണ്. നിങ്ങൾക്ക് ഈ അടൽ പെൻഷൻ യോജനയെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് ബാക്കി 3 പ്ലാനുകളെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് പോകാം. അടുത്തതായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നാഷണൽ പെൻഷൻ സിസ്റ്റം, NPS എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പെൻഷൻ സിസ്റ്റമാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പുതിയതായിട്ട് ജോലിക്ക് കയറുന്ന എല്ലാ ഗവൺമെന്റ് ജീവനക്കാർക്കും ആ ഒരു രീതിയിലുള്ള പെൻഷൻ സംവിധാനത്തിലേക്കാണ് അവരെ ചേർക്കുന്നത്. അതേപോലെ തന്നെ ഈ NPS ചേരാനുള്ള അർഹത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഒരു വർഷം ഒരു 500 രൂപയോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നമ്മൾക്ക് ഈ NPS ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സേഫ് ആയിട്ടുള്ളതോ മീഡിയം റിസ്ക് ഉള്ളതോ ഹൈ റിസ്ക് ഉള്ളതോ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ടുള്ള ഒന്നല്ല, എങ്കിലും അടൽ പെൻഷൻ യോജനയേക്കാൾ ഒരു പരിധിയെ വരെ കൂടുതൽ ലാഭം തരാൻ സാധ്യതയുള്ള, എന്നാൽ ആ റിട്ടേൺ ഇത്രയും രൂപ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കാത്ത, എന്നാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു സംവിധാനമാണ് NPS. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ സ്റ്റോക്കുകൾ പോലുള്ള കടപ്പത്രങ്ങൾ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത് ഇത്ര രൂപ ഇട്ടാൽ ഇത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിലല്ല, പക്ഷെ നമ്മൾക്ക്
പറ്റുന്ന രീതിയിൽ 500 രൂപയിൽ കൂടുതലൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ തെറ്റില്ലാത്തൊരു എമൗണ്ട് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ്. 60ാമത്തെ വയസ്സ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് അപ്പോൾ ഉള്ള നമ്മുടെ അക്കൗണ്ടിൽ NPS അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള ആ തുകയുടെ 60% ഫിക്സഡ് ആയിട്ട് പെൻഷൻ കിട്ടുന്ന ആന്വിറ്റി സ്കീമുകളിൽ LICയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളുടെയോ പെൻഷൻ സ്കീമുകളിലേക്ക് അതിൽ നിന്ന് മാറ്റുകയും 40% തുക നമുക്ക് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പൊ NPSൽ ചേർന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള അടൽ പെൻഷൻ യോജനയേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത് രണ്ട് തരത്തിൽ നമുക്കൊരു എമൗണ്ട് നമുക്ക് ഒറ്റത്തവണയായിട്ട് പിൻവലിക്കാം, ഒരു എമൗണ്ട് നമുക്ക് പെൻഷൻ കിട്ടുന്ന രീതിയിലും അതിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഗുണമുണ്ട്. ഈ NPSനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തായിട്ട് മൂന്നാമത്തേതും നാലാമത്തേതുമായിട്ടുള്ള പദ്ധതികൾ ഏകദേശം ഒരുപോലെയുള്ള പദ്ധതികളാണ്. ഒന്ന് പ്രധാനമന്ത്രി വയോവന്ദൻ യോജന PMVVY എന്ന് പറഞ്ഞിട്ടുള്ള LICയുടെ ഒരു സ്കീമാണ്. നാലാമത്തേതും അവസാനത്തേതുമായിട്ട് പറയുന്നത് പോസ്റ്റ് ഓഫീസിലെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ്. ഈ രണ്ട് സ്കീമിലും നമ്മൾ ഒറ്റത്തവണയായിട്ടാണ് പൈസ ഇടുക. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സ്കീമിൽ എന്താണ്, ഓരോ മാസവും അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ അടൽ പെൻഷൻ യോജനയിലായാലും NPSലായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം തന്നെ നമുക്ക് കയ്യിൽ ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഒരു ലംസം എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നമുക്ക് പെൻഷനായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് PMVVY എന്ന് പറഞ്ഞിട്ടുള്ള LICയുടെ പോളിസിയിലോ അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലോ നമ്മൾ ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ PMVVYയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് 7.6% നമുക്ക് ഓരോ മാസവും നമുക്ക് വാർഷിക പലിശ കിട്ടുന്ന രീതിയിൽ ഓരോ മാസവും നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ 8.2% പലിശ നമുക്ക് ആനുവലി കിട്ടും. അതേസമയം അത് 3 മാസം കൂടുമ്പോൾ എല്ലാ വർഷത്തെയും ജൂൺ 30, സെപ്റ്റംബർ 30, ഡിസംബർ 30, മാർച്ച് 31 ഈ 4 തീയതികളിലായിട്ട് നമുക്ക് പിൻവലിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് കയ്യിലൊരു ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്, അത് നമുക്ക് സേഫ് ആയിട്ട് കുറച്ചധികം കാലത്തേക്ക് നമുക്ക് ഒരു പെൻഷൻ രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് സ്കീമുകളാണ് പ്രധാനമന്ത്രി വയോവന്ദൻ യോജന എന്ന് പറഞ്ഞിട്ടുള്ള LICയുടെ സ്കീമും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിലെ സ്കീമും എന്നുള്ളതാണ്. ഈ രണ്ട് സ്കീമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നിശ്ചിത കാലം നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഗുണമുണ്ട്. നമുക്ക് പ്രീമച്വർ ആയിട്ടുള്ള പിൻവലിക്കൽ നമുക്ക് സാധ്യമാണ് എന്നുള്ള ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറെ കൂടെ നമ്മളുടെ കയ്യിൽ ഒരുമിച്ചൊരു പണം വരുന്ന ആളുകൾക്ക് ഒരു പെൻഷൻ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 4 സ്കീമുകൾ ഞാൻ പറഞ്ഞു തന്നു. അടൽ പെൻഷൻ യോജന, അതുപോലെ നാഷണൽ പെൻഷൻ സ്കീം, പ്രധാനമന്ത്രി വയോവന്ദൻ യോജന, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നന്നാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാം. അതായത് കുറച്ചുകൂടെ ഒരു മാർക്കറ്റുമായിട്ടൊക്കെ അറിവുള്ള ഒരാൾ ആണെന്നുണ്ടെങ്കിൽ NPSഉം PMVVYയും കൂടെ ചെയ്യാം. അതല്ല നിങ്ങൾ ഒരു സാധാരണക്കാരനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടൽ പെൻഷൻ യോജന, ചെറിയ വരുമാനമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അടൽ പെൻഷൻ യോജന വെച്ച് ഫോളോ ചെയ്യാം. അതല്ല ഒരു സേഫ്റ്റി ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ NPSന്റെ തന്നെ സേഫ് ആയിട്ടുള്ള ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പോലുള്ള സ്കീമുകളിലേക്ക് നിങ്ങൾക്ക് ഒറ്റത്തവണയായിട്ട് കിട്ടുന്ന നിക്ഷേപങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു പെൻഷൻ സജ്ജീകരിക്കുന്നതിനായിട്ട് സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, നിങ്ങളുടെ പെൻഷൻ എങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവും എന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു സപ്പോർട്ട് തരുന്നതിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ട് 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇതുപോലെ ഫിനാൻസ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്.